രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടാകട്ടെ, ദീർഘായുസ്സുണ്ടാകട്ടെ, നല്ല ആരോഗ്യമുണ്ടാകട്ടെ, നല്ല ഭവനങ്ങളെ ദൈവം തരട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡിസംബർ മാസം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിനകത്ത് ദൈവാനുഗ്രഹം വളർന്നു വരട്ടെ, ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കുടുംബത്തിനകത്ത് നിറഞ്ഞു വരട്ടെ, ദൈവാനുഗ്രഹമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ സന്തോഷത്തിലായിരിക്കട്ടെ, സമാധാനത്തിലായിരിക്കട്ടെ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരുണ്ട്, ഭക്ഷണം ത്യാഗത്തോടെ ഉപേക്ഷിച്ചവരുണ്ട്, നോമ്പെടുത്തവരുണ്ട്, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാം നിങ്ങൾക്കൊരനുഗ്രഹമായി തീരട്ടെ. നല്ലത് വരും, ദൈവാനുഗ്രഹം ഉണ്ടാവും, ദൈവം സഹായിക്കും. ഈ പ്രാർത്ഥന വെറുതെ ആകില്ല. നിങ്ങളുടെ മനസ്സിനകത്തെ വിഷമങ്ങളൊക്കെ മാറും, സങ്കടങ്ങളൊക്കെ മാറും. നല്ല തീരുമാനമെടുക്കും, നല്ല ഉത്തരം കിട്ടും, നല്ല ഒരു തരത്തിലേക്ക് ജീവിതം വഴിമാറി വരും. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകും, നിങ്ങളുടെ രോഗം സൗഖ്യമാകും, നിങ്ങൾ എഴുന്നേറ്റ് നടക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ആയിരിക്കും, ആ പ്രതിസന്ധികൾ മാറും. ഓപ്പറേഷൻ കൂടാതെ തന്നെ ആ രോഗമൊക്കെ സൗഖ്യമാകും. വലിയ പ്രതിസന്ധികളൊന്നും കൂടാതെ ആ പ്രയാസങ്ങളൊക്കെ മാറി മാറി പൊക്കോളും. ദൈവം സഹായിക്കും. ഇങ്ങനെ നിങ്ങളെ നോക്കി ദൈവവചനത്തിൽ തുറന്ന പുസ്തകമായി ദൈവത്തിൻ്റെ വചനം എൻ്റെ മുമ്പിലുണ്ട്. വചനത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയട്ടെ, വചനം കേൾക്കുന്ന നിനക്ക് നന്മ വരും, ഐശ്വര്യം വരും, ദൈവം സഹായിക്കും. എവിടെയും തകർന്നു പോകത്തില്ല, ഒരു ദോഷവും വരികയില്ല, ഒരനർത്ഥവും വരികയില്ല, ഒരു ദോഷവും നിങ്ങളുടെ കൂടാരത്തെ തൊടുക പോലുമില്ല. ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടാകട്ടെ, ദീർഘായുസ്സുണ്ടാകട്ടെ, നല്ല ആരോഗ്യമുണ്ടാകട്ടെ, നല്ല ഭവനങ്ങളെ ദൈവം തരട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡിസംബർ മാസം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിനകത്ത് ദൈവാനുഗ്രഹം വളർന്നു വരട്ടെ, ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ കുടുംബത്തിനകത്ത് നിറഞ്ഞു വരട്ടെ, ദൈവാനുഗ്രഹമുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ സന്തോഷത്തിലായിരിക്കട്ടെ, സമാധാനത്തിലായിരിക്കട്ടെ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കട്ടെ.